ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസിയിലെ PYQ ആണ് അല്ലേ. നമ്മൾ 15/2025 അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ സീരീസ് ആണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു ഡാഷ് കൺസെപ്റ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് ടൈം ടു കം. എന്താണ്, ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ഇവിടെ എന്താണ് ബിസിനസ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ പ്രത്യേകത ഏത് കോൺസെപ്റ്റ് ആണ് എന്ന് തിരിച്ചറിയണം. ആ കോൺസെപ്റ്റിന്റെ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അല്ലേ. എന്താണ്, ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫെയർലി ലോങ് പീരീഡ് ടൈം. എന്താണ്, നമ്മൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ആ ബിസിനസ്സിന് ഒരു ലോങ് ഫ്യൂച്ചർ പീരീഡ് ഉണ്ട് എന്ന് വിചാരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി ഗോയിങ് കൺസേൺ, ഓപ്ഷൻ സി റിയലൈസേഷൻ, ഓപ്ഷൻ ഡി ഡ്യുവൽ ആസ്പെക്ട്. ഏതായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഏത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗോയിങ്? ആ പേര് തന്നെ ഓർത്തിരിക്കുക, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ബിസിനസ് നെവർ എൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പീരീഡ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്തായിരിക്കും? ബിസിനസ്സും ബിസിനസിന്റെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഏത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും, അല്ലെങ്കിൽ നമുക്കൊരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ച ഏതിനെ പറ്റിയിട്ടാണ്? നമ്മുടെ ബിസിനസ്സിന് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം അതിന്റെ ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണത്. നമുക്കിനി അതിന്റെ ഫാക്ടിലേക്ക് പോകാം. ദീസ് കോൺസെപ്റ്റ് സ്റ്റേറ്റഡ് ദാറ്റ് എ ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ പൊട്ടിപ്പോകാം, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ പൊട്ടിപ്പോകാം. അങ്ങനെയല്ല, അതിനൊരു ദീർഘകാലത്തേക്കുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അത്രയും കാലത്തേക്കുള്ള ഒരു ലൈഫ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏതൊരു ബിസിനസ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എവരി ബിസിനസ് എൻറ്റിറ്റി ഹാസ് എ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ബിസിനസ്സിനും എന്തുണ്ട്? അത് അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയുടെ ലൈഫിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ദസ് ഇറ്റ് വിൽ നോട്ട് ഡിസോൾവ്ഡ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. അതിനർത്ഥം എന്താണ്? തൊട്ടടുത്ത ഫ്യൂച്ചറിൽ തന്നെ ഇതെന്താണ്, ഡിസോൾവ് ചെയ്യില്ല, അല്ലെങ്കിൽ പൂട്ടി പോകില്ല എന്നാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്? നമ്മുടെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ദ സപ്ലയേഴ്സ് സപ്ലൈ ഗുഡ്സ് ടു ദി ഫേം ഓൺ ദി ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ചാർജിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്, സെപ്പറേറ്റ് എക്സ്പെൻഡിച്ചർ ആസ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, പ്രീപെയ്ഡ് എക്സ്പെൻഡിച്ചർ, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എക്സെട്ര ആർ ഓൺ ദി ബേസിസ് ഓഫ് ദീസ് കോൺസെപ്റ്റ്. എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ സാധനങ്ങൾ, സപ്ലൈയുടെ കയ്യിൽ നിന്ന് സാധനം എന്താണ് കടത്തിന് വാങ്ങിക്കുന്നത്. നാളെ പൂട്ടിപ്പോവാനാണെങ്കിൽ ഇന്ന് കടത്തിന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? നാളെ അവർക്ക് ആ പൈസ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ? അതുപോലെ തന്നെ നമ്മൾ കടത്തിന് സാധനങ്ങൾ വിൽക്കൂലേ, നമുക്കറിയാം നമുക്ക് ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ് ഉണ്ട്, അയാൾ പിന്നീട് നമുക്ക് പൈസ കൊണ്ട് തരും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അവിടെ എന്താണ് നമ്മുടെ മൈൻഡിൽ? നമ്മുടെ ബിസിനസ്സിന് ഫ്യൂച്ചർ പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ നമ്മുടെ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എന്നും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും വേർതിരിച്ച് കാണിക്കുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ആയിട്ടുള്ള പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണ്? നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നു. ഏതാണ്? നമ്മുടെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ ഈസ് ദി ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. അതും കൂടെ ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വെൻ ദി ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ടു എ ഡെറ്റർ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ
ഡെറ്റർക്ക് അലൗ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഡെറ്ററിന് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡെറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റ് ആണ് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു കൊണ്ട് പോയവരാണ് ആരെന്ന് പറയുന്നത്? ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് ആ ഡിസ്കൗണ്ട് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഡെറ്റേഴ്സിന്റെ എമൗണ്ടിനെ അത് കുറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ജേർണൽ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഡിസ്കൗണ്ട് ഒരു ഡെറ്റർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഏതാണ്? ഡെറ്റേഴ്സ് ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരും അല്ലേ. ഇതിൽ രണ്ടിലുമാണ് അഫക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തതാണ്, ബിസിനസ് കൊടുത്ത ഡിസ്കൗണ്ട് ആണ്. സോ എന്താണ്? ബിസിനസ്സിന് അതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് തരാനുള്ള ഡെറ്റേഴ്സിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പോൾ ഇനി ഡെറ്റേഴ്സ് അത് കുറച്ചുള്ള എമൗണ്ട് തന്നാൽ പോരെ? ഡെറ്റേഴ്സിലാണ് കുറവ് സംഭവിക്കുന്നത്. ഡെറ്റേഴ്സ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് ഒരു അസറ്റ് ആണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കുറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തോ. അപ്പൊ ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ആർക്ക് കൊടുത്തോ? ഡെറ്റേഴ്സിന് കൊടുത്തോ. ഈ ഒരു സിറ്റുവേഷനിൽ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്നാണ് വന്നത്. ഡെറ്റേഴ്സ് അത്രയും കുറയണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപ നമുക്ക് ഡെറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതിൽ 100 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താൽ ഇനി നമുക്ക് 1000 രൂപയും ഡെറ്റേഴ്സ് തരുമോ? തരേണ്ട ആവശ്യമില്ല. എത്ര മതി? 900 മതി. അപ്പോൾ ഡെറ്റേഴ്സിന് എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് വേണ്ടത്. 100 രൂപ ഡെറ്റേഴ്സിൽ നിന്ന് കുറയണമെങ്കിൽ ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡെറ്റേഴ്സ്, ഓപ്ഷൻ ബി ഡിസ്കൗണ്ട്, ഓപ്ഷൻ സി ബാഡ് ഡെറ്റ്, ഓപ്ഷൻ ഡി സെയിൽസ് റിട്ടേൺ. ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഡെറ്റേഴ്സിനെയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഡെറ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഈ ഒരു ജേർണൽ എൻട്രി ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. When a business sell goods or services on credit, the customer become a debtor, meaning they owe money to the business. എന്താണ്? നമ്മുടെ ബിസിനസ് ഒരു സാധനമോ അല്ലെങ്കിൽ സേവനമോ കടത്തിന് വിൽക്കുകയാണ് എങ്കിൽ ആ കടത്തിനത് വാങ്ങിച്ചുകൊണ്ട് പോയ നമ്മുടെ കസ്റ്റമർ ആണ് ആരെന്ന് പറയുന്നത്? ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. സാധനങ്ങളോ സേവനങ്ങളോ കടത്തിനാണ് വാങ്ങിക്കുന്നത് എങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം? ഡെറ്റേഴ്സ് എന്ന് പറയാം. ഇവർ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരാണ് അല്ലേ. ബിസിനസിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പൈസ തരാനുള്ളവരാണ് ആരെന്ന് പറയുന്നത്? ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. സംടൈംസ് എ ബിസിനസ് ഓഫർ എ ക്യാഷ് ഡിസ്കൗണ്ട് ടു എൻകറേജ് ഡെറ്റേഴ്സ് ടു പേ ക്വിക്ലി. ദിസ് ഈസ് നോൺ ആസ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്. എന്താണ്? ചില സമയത്ത് ഇങ്ങനെ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് എന്ത് നൽകാറുണ്ട് ബിസിനസ്? ഒരു ഡിസ്കൗണ്ട് അലൗ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവർ കൃത്യമായിട്ട് ഈ പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ട്, കറക്റ്റ് സമയത്തിന് തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സുകാർ ഒരു ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞത്. ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. ഇതെന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. കാരണം എന്താണ്? ബിസിനസിന് കിട്ടേണ്ട അത്രയും പൈസ ഇവിടെ എന്താണ്? നമ്മൾ കുറച്ചു കൊടുക്കാണ്. ഡെറ്റേഴ്സ് ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ പെട്ടെന്ന് കൊണ്ട് അടയ്ക്ക് ഞാൻ ഒരു 1000 രൂപ ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞാൽ ആ 1000 രൂപ ബിസിനസിന് എന്താണ്? ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്. അതുകൊണ്ട് ആ ഡിസ്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ഡെറ്റേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. എ ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ഈസ് എസെൻഷ്യലി എ റിഡക്ഷൻ ഇൻ ദി എമൗണ്ട് എ ഡെറ്റർ ഹാസ് ടു പേ ഇഫ് ദേ സെറ്റിൽ ദെയർ ഡെറ്റ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ്. എന്താണ്? ഒരു ക്യാഷ് ഡിസ്കൗണ്ട് അലൗ വന്നാൽ അല്ലെങ്കിൽ അലൗഡ് ആയാൽ ഇത് എന്തിനെ റെഡ്യൂസ് ചെയ്യുന്നു? നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡെറ്റേഴ്സിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി എന്താണ്? അവർക്ക് അവർ പറയുന്ന അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ ഇത്ര എമൗണ്ട് കുറച്ച് തന്നാൽ മതി എന്നാണ് പറയുന്നത് അല്ലേ. ഫോർ ദി ബിസിനസ് ദിസ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ഈസ് ആൻ എക്സ്പെൻസ്. മറന്നു പോരുത്, ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഡെറ്റേഴ്സിന് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് എങ്കിൽ അതെന്താണ്? ബിസിനസിന്റെ എക്സ്പെൻസ് ആണ്. ബിക്കോസ് ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബിലോ ദി എമൗണ്ട് ഒറിജിനലി ഓവ്ഡ്. എന്താണ്? ഇതൊരു എക്സ്പെൻസ് ആണ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം നമുക്ക് കിട്ടേണ്ടിയിരുന്ന ക്യാഷിനകത്ത് ഒരു കുറവാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇപ്പൊ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 10,000 ഉള്ളിടത്താണ് നമ്മൾ പറയുന്നത് എന്താ? ഒരു 2,000 രൂപ നിങ്ങൾ ഡിസ്കൗണ്ട് എടുത്തിട്ട് ബാക്കി 8,000 തന്നാൽ മതി എന്ന് പറഞ്ഞാൽ
നമ്മുടെ ബിസിനസ്സിലേക്ക് ഇവർ പൈസ തരുന്ന സമയത്ത് എന്താണ് 10,000 കിട്ടേണ്ട സമയത്ത് എന്തേ കിട്ടുന്നുള്ളൂ, 8,000 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാഷിനകത്ത് അതൊരു കുറവല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ 2,000-നെ നമ്മുടെ ബിസിനസിന്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ പ്രോസസ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓപ്ഷൻ എ പോസ്റ്റിംഗ്, ഓപ്ഷൻ ബി ബാലൻസിങ്, ഓപ്ഷൻ സി ജേർണലൈസിങ്, ഓപ്ഷൻ ഡി ഓഡിറ്റിംഗ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസാക്ഷനെ എൻറ്റർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്, ജേർണലിലാണ്. അപ്പൊ ജേർണലിലേക്ക് ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ജേർണലൈസിങ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ജേർണലൈസിങ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ജേർണലിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ജേർണലൈസിങ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റിംഗ് എന്തായിരിക്കും, ഈ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ എന്താക്കാണ്, ഐറ്റത്തിനെ തരംതിരിച്ച് മാറ്റുകയാണെങ്കിൽ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഏത്, പോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലെഡ്ജറിന്റെ ബാലൻസ് കണ്ടുപിടിക്കുന്നത്, ബാലൻസ് ക്യാരി ഡൗണും ബ്രോ ഡൗണും കണ്ടുപിടിക്കുകയാണ് ബാലൻസിങ്ങിലൂടെ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ വെരിഫൈ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ട്രാൻസാക്ഷനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് ജേർണലൈസിംഗ്. ജേർണലൈസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. എന്താണ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേർണലില് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്, ജേർണലൈസിംഗ് എന്ന് പറഞ്ഞത്. ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ വിത്ത് ഇറ്റ്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. എന്താണ്, നമ്മൾ ജേർണൽ ആക്കുന്നത് എങ്ങനെയാണ്, ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ആദ്യം നടന്ന സംഭവത്തെ ആദ്യം നമ്മൾ ജേർണൽ ആക്കുന്നു, രണ്ടാമത് നടന്ന ട്രാൻസാക്ഷനെ അടുത്ത് നമ്മൾ ജേർണൽ ആക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കൊടുത്തുകൊണ്ട് ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഏത്, ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി അക്കൗണ്ടിംഗ് സൈക്കിൾ. മറന്നു പോകരുത്, അക്കൗണ്ടിംഗ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ജേർണലൈസിംഗ് ആണ്. ആഫ്റ്റർ ഐഡന്റിഫൈയിങ് ആൻഡ് അനലൈസിംഗ് ദി ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്തും അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തും അനലൈസ് ചെയ്തതിനും ശേഷം നമ്മൾ അക്കൗണ്ടിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ജേർണലൈസിംഗ് അല്ലെങ്കിൽ ജേർണൽ തയ്യാറാക്കിക്കൊണ്ടാണ്. ദ റെക്കോർഡ് മെയ്ഡ് ഈസ് കോൾഡ് ജേർണൽ എൻട്രി. ഈ പറയുന്ന റെക്കോർഡിനെ, അതായത് ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ, ആ റെക്കോർഡിനെ നമ്മൾ വിളിച്ച പേരെന്താണ്, ജേർണൽ എൻട്രി എന്നാണ്. Hence, entering the transaction in the books of account is known as journalizing. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബുക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻറ്റർ ചെയ്യുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്, ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എ ഡാഷ്, ജേർണൽ ബുക്ക്, മെയിൻ ബുക്ക്, ലെഡ്ജർ ബുക്ക്, സബ്സിഡറി ബുക്ക്. എന്താ പറയുന്നത്, സെയിൽസ് റിട്ടേൺ ബുക്ക്. നമ്മൾ ഒരുപാട് സബ്സിഡറി ബുക്കുകൾ പഠിച്ചു അല്ലെ, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ നമ്മൾ പഠിച്ചതാണ്. അതിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏതെന്ന് പറയുന്നത്, സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെയിൽസ് റിട്ടേൺ ബുക്ക് ഏത് ബുക്സിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജേർണൽ ബുക്ക് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ ബുക്ക് എന്ന് പറയുന്നുണ്ട്, ലെഡ്ജർ ബുക്ക്, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് സബ്സിഡറി ബുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സബ്സിഡറി ബുക്കാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സബ്സിഡറി ബുക്ക്. എന്താണ് നമുക്കിനി സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് അറിയണം. ജേർണൽ ഈസ് സബ്ഡിവൈഡഡ് ആൻഡ് സെപ്പറേറ്റ് സബ്സിഡറി ബുക്സ് ആർ കെപ്റ്റ് ഫോർ ഈച്ച് ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ. എന്താണ്, നമ്മുടെ ജേർണലിനെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് സബ്സിഡറി ബുക്കുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അത്തരത്തിൽ തയ്യാറാക്കുന്ന ബുക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്,
സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നത്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ലാർജ് സൈസ്ഡ് ബിസിനസ് വെയർ ന്യൂമറസ് ട്രാൻസാക്ഷൻ ആർ ഹെൽഡ്. എന്താ പറഞ്ഞത്? എല്ലാ ബിസിനസ്സുകാരും നമ്മുടെ സബ് ഡിവിഷൻ ഓഫ് ജേണൽ തയ്യാറാക്കണം നിർബന്ധമില്ല. പക്ഷെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന വലിയ വലിയ ബിസിനസ്സുകൾ എന്ത് ചെയ്യാറുണ്ട്? സബ് ഡിവിഷൻ ഓഫ് ജേണൽ തയ്യാറാക്കാറുണ്ട്. അതായത് നമ്മൾ നോർമലി ഓരോ ഐറ്റം ജേണലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജേണൽ ഭയങ്കര വലുതാകും. അപ്പോൾ ഒരേ നേച്ചറിലുള്ള ഐറ്റം ഒരു സബ്സിഡറി ബുക്കായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ട്രാൻസാക്ഷൻസ് ഒരുപാട് ഉള്ള ബിസിനസ്സിന് ഏത് നല്ലതാണ്? സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക് തയ്യാറാക്കുന്നത് നല്ലതാണ്. ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് സെപ്പറേറ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ടു റെക്കോർഡ് ദി ട്രാൻസാക്ഷൻ ഓഫ് സിമിലർ ക്യാരക്ടർ. മറന്നു പോകരുത്, സിമിലർ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെപ്പറേറ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി തയ്യാറാക്കുകയാണ്. എന്തിലൂടെ? ഈ പറഞ്ഞ സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിലൂടെ. ഈസ് നോൺ ആസ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക്. ജേണൽ ഈസ് ഡിവൈഡഡ് ഇൻടു 8. സെയിൽസ് ജേണൽ ഈസ് വൺ ഓഫ് ദി സബ് ഡിവിഷൻ ഓഫ് ജേണൽ. അതായത് ഇത്തരത്തിലുള്ള സബ് ഡിവിഷൻ ഓഫ് ജേണൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 8 കാറ്റഗറി ആക്കുന്നുണ്ട്. ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ലാസ്റ്റ് ജേണൽ പോപ്പർ. അപ്പൊ ഇതുപോലെയുള്ള ഒരേ നേച്ചറിൽ വരുന്ന ട്രാൻസാക്ഷനെ എന്ത് ചെയ്യാണ് നമ്മൾ? സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ബുക്സിനെയാണ് എന്തെന്ന് പറഞ്ഞത്? സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സബ്സിഡറി ജേണൽ, അതും അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബില്ല് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് ഫോർ പ്രൊവൈഡിംഗ് ഫണ്ട് ടു എ ബിസിനസ് ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഡാഷ്. ട്രേഡ് ബില്ല്, ഡിമാൻഡ് ബില്ല്, അക്കോമഡേഷൻ ബില്ല്, പ്രോമിസറി ബില്ല്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ബില്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ബില്ല് എഴുതുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു ഫ്രണ്ടിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് എഴുതി തയ്യാറാക്കി അക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ബില്ലിനെ എന്ത് എന്നാണ് പറയുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ ബില്ല് എപ്പോഴാണ് എഴുതുന്നത്? നമ്മളൊരു കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബില്ല് എഴുതി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, അവിടെ ഒരു ക്രെഡിറ്റ് സെയിൽസോ ക്രെഡിറ്റ് പർച്ചേസോ നടക്കുന്നില്ല. പകരം ഈ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് പൈസയ്ക്ക് ആവശ്യം വന്നു. ഈ ബില്ല് എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവർക്ക് ഈ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പൈസ കിട്ടുന്നതാണ് അല്ലെ. ആ ഒരു മെച്യൂരിറ്റി പീരീഡിന്റെ സമയത്ത് അത് കൊണ്ടുപോയി ബാങ്കിൽ അടച്ചാൽ മതി. പക്ഷെ പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് പൈസ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചില അഡ്ജസ്റ്റ്മെന്റിൽ, അതായത് ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് എന്ത് നൽകാറുണ്ട്? ബില്ല് ഇതുപോലെ എഴുതി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ബിസിനസ് ഫ്രണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ബില്ല് എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബില്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ട്രേഡ് ബില്ലുണ്ട്, ഡിമാൻഡ് ബില്ലുണ്ട്, അക്കോമഡേഷൻ ബില്ലുണ്ട്, പ്രോമിസറി ബില്ലുണ്ട്. ഇത്തരത്തിലുള്ള ബില്ലിനെ നമുക്ക് എന്തെന്ന് പറയാം? അക്കോമഡേഷൻ ബില്ല് എന്ന് പറയാവുന്നതാണ്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ജെനുവിൻ ട്രേഡ് ട്രാൻസാക്ഷൻ. എന്താണ്? ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ ഇല്ലാതെ, വിത്തൗട്ട് എന്നാണ് പറഞ്ഞത് അല്ലെ, ഇല്ലാതെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി അക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കോമഡേഷൻ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ അക്കോമഡേഷൻ ബില്ല് ഈസ് ഡ്രോൺ ജനറലി ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എ നോൺ പാർട്ടി ഫോർ ദി പർപ്പസ് ഓഫ് റേസിംഗ് ഫണ്ട് ബൈ ഡിസ്കൗണ്ടിങ് ദ ബില്ല് വിത്ത് ദി ബാങ്ക്. എന്താ പറഞ്ഞത്? അക്കോമഡേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതി തയ്യാറാക്കി അക്സെപ്റ്റ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ബില്ല് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്കൊരു ബാങ്കിൽ കൊണ്ടുപോയി ഇത് ഡിസ്കൗണ്ട് ചെയ്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ വഴിയെ പോകുന്നവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കോ? ഇല്ല. നമുക്ക് അറിയാവുന്ന, നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കോമഡേഷൻ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അക്കോമഡേഷൻ ബില്ല് അതർവൈസ് നോൺ ആസ്, ഇനി ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഫിക്ടീഷ്യസ് ബില്ല് അല്ലെങ്കിൽ ക്രോസ് ഫയർ അല്ലെങ്കിൽ വിൻഡ് ബില്ല് അല്ലെങ്കിൽ കൈറ്റ് ബില്ല് എന്നൊക്കെ എന്തിനെ അറിയപ്പെടുന്നുണ്ട്? അക്കോമഡേഷൻ ബില്ലിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? അക്കോമഡേഷൻ ബില്ല് ഈസ് അതർവൈസ് നോൺ ആസ് ഫിക്ടീഷ്യസ് ബില്ല്, ക്രോസ് ഫയർ, വിൻഡ് ബില്ല്, അതുപോലെ തന്നെ കൈറ്റ് ബില്ല്. ഇതൊക്കെ എന്ത് തന്നെയാണ്? അക്കോമഡേഷൻ ബില്ലിന്റെ പലതരത്തിലുള്ള പേരുകളാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ആസ് ആൻ എക്സ്പെൻസ്, ആൻ അസറ്റ്, എ ലൈബിലിറ്റി, ആൻ ഇൻകം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ ഫൈനൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മൾ പഠിച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാലറീസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതൊരു എക്സ്പെൻസ് ആണ്. പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലൈബിലിറ്റി ആണ്. കാരണം എന്താണ്? സാലറി കൊടുക്കാൻ സമയമായിട്ടും നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞത്. സാലറീസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഒരു ലൈബിലിറ്റി ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ആസ് എ ലൈബിലിറ്റി. നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ സാലറീസ് ദാറ്റ് ആർ ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. എന്താണ്? സാലറി കൊടുക്കാൻ സമയമായി, ഡ്യൂ ആയി, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ആ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം എത്തിയിട്ടും അത് പേ ചെയ്തില്ല എങ്കിൽ നോട്ട് യെറ്റ് പെയ്ഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനമായിട്ടും നമ്മളത് പേ ചെയ്തില്ല എങ്കിൽ അത്തരത്തിലുള്ള സാലറിയാണ് നമ്മൾ എന്താന്ന് പറഞ്ഞത്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് എന്ന് പറഞ്ഞത്. ദ ബിസിനസ് ഓവ്സ് ദിസ് എമൗണ്ട് ടു ഇറ്റ്സ് എംപ്ലോയി, സോ ഇറ്റ് റെപ്രസെന്റ് എ ലൈബിലിറ്റി. എന്താണ്? ബിസിനസ് ഈ എമൗണ്ട് ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്കായിരിക്കും കൊടുക്കാനുള്ളത്. ഇപ്പൊ സാലറി എന്ന് പറഞ്ഞ് ഒരു 2 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ചിലപ്പോൾ ഒരു 20,000 രൂപയായിരിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് വന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിക്കായിരിക്കും അത് കൊടുക്കാനുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ എന്താണ്? കൊടുക്കാൻ സമയമായിട്ടും കൊടുത്തിട്ടില്ല എങ്കിൽ അതെന്താണ്? നമ്മുടെ ഒരു ബാധ്യത അല്ലെങ്കിൽ ലൈബിലിറ്റി ആണ്. ദ ബിസിനസ് ഓവ്സ് ദിസ് മണി അല്ലെങ്കിൽ എമൗണ്ട് ടു ഇറ്റ്സ് എംപ്ലോയീസ്, സോ ഇറ്റ് റെപ്രസെന്റ് എന്താണ്? ഒരു ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈബിലിറ്റി ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ കറന്റ് ലൈബിലിറ്റീസ്. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഏത് കാണിക്കുന്നത്? നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് കാണിക്കേണ്ടത്. ഇറ്റ് ഓൾസോ നീഡ് ടു ബി ആഡഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ സാലറീസ് ആൻഡ് ഷോ ദി ട്രൂ എക്സ്പെൻസ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? സാലറീസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. സാലറീസ് എവിടെയാണ് നമ്മൾ എഴുതുന്നത്? നമ്മുടെ ഫൈനൽ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ സാലറീസ് നമ്മൾ കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ആ ഡെബിറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ഉണ്ട് എങ്കിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് എക്സ്പെൻസ് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അവിടെ വരത്തുള്ളൂ. നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ therefore ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ട്രീറ്റഡ് ആസ് എ ലൈബിലിറ്റി. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ലൈബിലിറ്റി ആണ്. അപ്പൊ അത് മറന്ന് പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കമ്മീഷൻ ഈസ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഈസ് ടേംഡ് ആസ്. നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി പറഞ്ഞതുപോലെ തന്നെ വരുന്ന ഒരു ഐറ്റം ആണ്. എന്താണ്? കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ഡ്യൂ ആയി, പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാനുള്ള എന്തോ ആണ് അല്ലേ? കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ഇൻകം ആയിരുന്നു, പക്ഷെ അത് എന്തായിട്ടില്ല? കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്, നമുക്ക് കിട്ടേണ്ടിയിരുന്നതാണ്. ഡ്യൂ ആയിട്ടുണ്ട്, കിട്ടാൻ സമയമായിട്ടുണ്ട്, പക്ഷെ അത് എന്തായിട്ടില്ല? കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അൺഏൺഡ് ഇൻകം. അപ്പൊ എന്തായിരിക്കും? ഇതെന്തായാലും എക്സ്പെൻസ് അല്ല എന്ന് മനസ്സിലായില്ലേ? നമുക്ക് കിട്ടാനുള്ളതാണ് എങ്കിൽ അതെന്താണ്? ഇൻകം ആണ്. അപ്പൊ കിട്ടാൻ സമയമായിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അക്രൂഡ് ഇൻകം എന്ന് പറയാം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി, അക്രൂഡ് ഇൻകം. ഇനി എന്താണെന്ന് നോക്കാം. അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ദാറ്റ് ഹാസ് ബീൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഓർ റെക്കോർഡഡ്. എന്താ പറഞ്ഞത്? അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്, അത് എന്തായിട്ടുണ്ട്? ഏൺഡ് ആയിട്ടുണ്ട്, പക്ഷെ എന്തില്ല? ഡ്യൂ ആയിട്ടുണ്ട് എങ്കിലും അത് എന്തായിട്ടില്ല? നമ്മുടെ കയ്യിൽ അത് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അക്രൂഡ് ഇൻകം എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് തന്നെ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? കമ്മീഷൻ ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് ഈസ് അക്രൂഡ് ഇൻകം. നമുക്ക് കമ്മീഷൻ ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷെ അത് എന്താക്കിയിട്ടില്ല? കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അതൊരു അക്രൂഡ് ഇൻകം ആണ്. ഇറ്റ് റെപ്രസെന്റ് ആൻ അസറ്റ് ഫോർ ദി ബിസിനസ് ബിക്കോസ് ദ എമൗണ്ട് ഈസ് റിസീവ്ഡ് ഇൻ ദി ഫ്യൂച്ചർ. എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ്? നമുക്കൊരു അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്ന ഒരു ലൈബിലിറ്റി ആയപ്പോൾ എന്താണ്? അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. കാരണം
കിട്ടാൻ സമയമായി പക്ഷെ കിട്ടിയില്ല എങ്കിൽ അത് എപ്പോഴായാലും കിട്ടും ഇല്ലേ? കിട്ടാനുള്ളത് നമ്മുടെ എന്താണ്? അസറ്റ് ആണ്. അപ്പോൾ കിട്ടാൻ സമയമായിട്ടും അത് കിട്ടിയില്ല എങ്കിൽ അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ അസറ്റ് ഓഫ് ദി ബിസിനസ് ബിക്കോസ് ദി എമൗണ്ട് ഈസ് റിസീവബിൾ ഇൻ ഫ്യൂച്ചർ. ഇതൊരു അസറ്റ് ആണ്, കാരണം നമ്മുടെ ഫ്യൂച്ചർ ഒരു ഡേറ്റിൽ എന്ത് ചെയ്യും? ആ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഒരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ കറണ്ട് അസറ്റ്. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താ? ഇത് അസറ്റ് സൈഡില് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? അക്രൂഡ് ഇൻകംസ് വരുന്നത്. ഹെൻസ് കമ്മീഷൻ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഈസ് കോൾഡ് അക്രൂഡ് ഇൻകം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കമ്മീഷൻ ഡ്യൂ ആയി പക്ഷെ കിട്ടിയിട്ടില്ല എങ്കിൽ അതിനെ നമുക്ക് അക്രൂഡ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്ത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാണിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഇക്വൽ ടു. എന്താ പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പർച്ചേസിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ടോട്ടൽ സെയിൽസ്, നെറ്റ് സെയിൽസ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അല്ലെ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസം, ഈ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇക്വേഷൻ ശരിയാണ് അല്ലേ? നെറ്റ് പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് എന്ന് പറയുന്നത് അല്ലേ? അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഏതെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റെപ്രസെന്റ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് വേർ സോൾഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. എന്താണ്? ഒരു പർട്ടിക്കുലർ പീരീഡില് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വിൽക്കുന്നത് വരെ നമുക്കുണ്ടായ എല്ലാ കോസ്റ്റുകളെയും ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നില് എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ് തന്നില്ലായിരുന്നു എങ്കിലും എന്ത് തന്നെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലാത്ത കേസിലാണ് എങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് തന്നെയാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ദിസ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് വെൻ കമ്പയർഡ് വിത്ത് ദി ടോട്ടൽ സെയിൽസ്. ഇനി എന്താണ്? ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്കുണ്ട് എങ്കിൽ അതിനെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. സെയിൽസ് വലിയ എമൗണ്ട് ആണ് എങ്കിൽ പ്രോഫിറ്റും, സെയിൽസ് ചെറിയ എമൗണ്ട് ആണ് എങ്കിൽ ലോസുമാണ് വരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വെയർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഈവൻലി എവരി ഇയർ ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ ഓഫ് ദി അസറ്റ്? എന്താണ്? ഒരു അസറ്റിന്റെ ലൈഫ് സ്പാനിലേക്ക് ഒറ്റൊരു ഡിപ്രീസിയേഷൻ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ അത് ഏത് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഡിപ്ലഷൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, അതുപോലെ തന്നെ ആനുവിറ്റി മെത്തേഡ്. അപ്പൊ എന്താണ്? മാറാതെയുള്ള, നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. ഒരു തവണ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാൽ എല്ലാ വർഷവും ആ അസറ്റിന് എത്ര നാളുണ്ടോ, എത്ര യൂസ്ഫുൾ ലൈഫ് ഉണ്ടോ, ആ യൂസ്ഫുൾ ലൈഫിലെല്ലാം തന്നെ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് എങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡിനെ നമ്മൾ വിളിച്ച പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പൊ ഇവിടെ ഓപ്ഷനകത്ത് ഏതാണുള്ളത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണുള്ളത്. അതിന്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലൈഫ് ടൈം ഈസ് കോൺസ്റ്റന്റ്. എന്താണ്? ഒരു അസറ്റിന്റെ ലൈഫ് ടൈമിലേക്ക് അതിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആണ് എങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ഒരു എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ എങ്കിൽ ആ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്
ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നറിയപ്പെടുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് എ ഫിക്സഡ് സം ഓഫ് മണി ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം until the value of asset fetch 0. എന്താ പറഞ്ഞത്? ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സം ഓഫ് മണി ഡിപ്രീസിയേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ഓരോ വർഷവും ഈ സെയിം എമൗണ്ട് ഓഫ് മണി നമ്മുടെ അസറ്റിൽ നിന്ന് ചാർജ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എപ്പോൾ വരെ? ഈ അസറ്റിന്റെ വാല്യൂ 0 ആകുന്നത് വരെ നമ്മൾ ഡിപ്രീസിയേഷനകത്ത് മാറ്റം വരുത്തുന്നില്ല. സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും നമ്മുടെ അസറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കോഓപ്പറേറ്റീവ് സെക്ടർ ഫോളോ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത് അറിഞ്ഞിരിക്കുക. പല മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കോഓപ്പറേറ്റീവ് സെക്ടർ ഫോളോ ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഈ പേരും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ ആദ്യം ഫിക്സഡ് ചോദിച്ചു എങ്കിൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നായിരിക്കും. അപ്പൊ അറിഞ്ഞിരിക്കുക, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിന്റെ മറ്റ് പേരുകളാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതുപോലെ തന്നെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ആണ് എന്തെന്ന് പറയുന്നത്? ആനുവൽ ഡിപ്രീസിയേഷൻ അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റ് വാങ്ങിച്ച് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റും, അതിന്റെ പർച്ചേസ് പ്രൈസ് മാത്രമല്ല, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ, കോസ്റ്റ് ഓഫ് ക്യാരേജ്, ഇതൊക്കെ എന്താണ്? കോസ്റ്റ് ഓഫ് ദി അസറ്റിനകത്ത് വരുന്നതാണ്. അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ, അതായത് എത്ര വർഷമാണോ അതിന്റെ യൂസ്ഫുൾ ലൈഫ്, ആ യൂസ്ഫുൾ ലൈഫിന് ശേഷം അത് വിറ്റാൽ നമുക്ക് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂവിനെയാണ് എന്തെന്ന് പറഞ്ഞത്? എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റെസിഡ്യൂവൽ വാല്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് എത്രയാണോ ഇതിന്റെ ലൈഫ് പീരീഡ് അല്ലെങ്കിൽ എത്ര വർഷമാണ് ഇത് യൂസ്ഫുൾ ലൈഫ് എന്ന് നോക്കുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നതാണ്. അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഫോളോയിങ് ഫോർമുല. ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക്, കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക്, ടൈം പീരീഡ്, എമൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ പറഞ്ഞത്? സ്റ്റോക്ക് വെലോസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റോക്ക് വെലോസിറ്റി എന്ത് ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? വെലോസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ക്വാണ്ടിറ്റി ആണോ, കോസ്റ്റ് പ്രൈസ് ആണോ, ടൈം പീരീഡ് ആണോ, എമൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ? നമുക്കറിയാം എത്ര തവണ എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ടൈം പീരീഡിലാണ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ്. നോക്കാം. സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഷോ ഹൗ ക്വിക്ക്ലി സ്റ്റോക്ക് ഈസ് കൺവേർട്ടഡ് ഇൻടു സെയിൽസ് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. എന്താണ് സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ? എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? എത്രമാത്രം അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് നമ്മുടെ സ്റ്റോക്കിനെ കൺവേർട്ട് ചെയ്ത് സെയിൽസ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പൊ അവിടെ എന്താണ്? ആ ടൈം പീരീഡ് ആണ് പറയുന്നത്. 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് 6 ടൈംസ് കൊണ്ട് നമുക്ക് എന്താണ് സ്റ്റോക്കിനെ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഏത് കാണിച്ചു തരുന്നത്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി കാണിച്ചു തരുന്നത്. ഇറ്റ് മെഷേഴ്സ് ദി എഫിഷ്യൻസി ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻ എ ബിസിനസ്. ഇതെന്ത് ഷോ ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിനകത്തുള്ള ഇൻവെന്ററി മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി ആണ് എന്ത് മെഷർ ചെയ്യുന്നത്? ഈ ഒരു ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടൈം. ഇല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് എന്തിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് ടൈം ആണ്. യൂഷ്വലി ദ നമ്പർ ഓഫ് ടൈംസ് ഇൻവെന്ററി ഈസ് സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്തിൻ എ ഇയർ. സാധാരണ രീതിയിൽ എത്ര ടൈംസ് കൊണ്ടാണ് ഇൻവെന്ററി സോൾഡ് ആയി പോകുന്നത്, അതിനുശേഷം അത് റീപ്ലേസ് ചെയ്യുന്നത്.
ഫോർമുല നോക്കാം. സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എടുക്കുക. ഹെൻസ് സ്റ്റോക്ക് വെലോസിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈം പീരീഡ്. എക്സാമ്പിൾ ടൈംസ് പെർ ഇയർ ഓർ ഡേയ്സ്. എന്താണ്? ഒരു വർഷത്തിൽ ഇത്ര തവണ, അല്ലെങ്കിൽ ദിവസത്തിൽ ഇത്ര തവണ, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട്, വർഷത്തിൽ ഇത്ര ദിവസം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്നൊക്കെയാണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് വെലോസിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടൈം പീരീഡിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നൊക്കെ റിപ്പീറ്റ് ആണ് അല്ലേ? അതായത് നമ്മൾ CSEB എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. എങ്കിൽ നമുക്ക് എന്താണ്? വിജയത്തിലേക്ക് എത്താൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.